ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ റിയാദിൽ നിന്ന് ഹൈലിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 650 കിലോമീറ്ററോളം ദൂരമുണ്ട് ഹൈലിലേക്ക്. അപ്പോൾ ഇനി കുറച്ച് നാൾ ഞങ്ങൾ ഹൈലിലായിരിക്കും താമസിക്കുക. അവിടെ ഹസ്ബൻഡിൻ്റെ ജോലി സംബന്ധമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളും അതുപോലെ ഡെസേർട്ട് ലാൻഡ്സ്കേപ്സും ഒക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഈ കാണുന്നത് വാദി ഹനീഫയാണ്. വാദി എന്ന് പറഞ്ഞാൽ നദീതടം അല്ലെങ്കിൽ നീർച്ചാലുകൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ സ്ട്രീംസ് ഒക്കെ കാണാൻ പറ്റും. ഇത് സീസണലായിട്ട് ഉണ്ടാകുന്ന റിവേഴ്സാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഈ കാണുന്നതാണ് ഓലയ സിറ്റി. ഇവിടെ ഒരുപാട് ടവേഴ്സും ബിൽഡിങ്സും ഒക്കെയുള്ള ഒരു പോഷ് ഏരിയയാണ്. ഈ കാണുന്നതാണ് ഫൈസലിയ ടവർ. ഇത് ഇവിടുത്തെ വലിയൊരു ടവറാണ്. ഇത് കൂടാതെ വേറൊരു ടവർ കൂടിയുണ്ട് ഇവിടെ, കിങ്ഡം ടവർ. ഈ കാണുന്ന യു ഷേപ്പിൽ കാണുന്ന ടവറാണിത്. ഇതും ഇവിടുത്തെ ഫേമസ് ആയ വലിയൊരു ടവറാണ്. കണ്ടില്ലേ, ഇതാണ് ആ ടവർ. ഇതൊരു മെട്രോ സ്റ്റേഷനാണ്. ഇതിൻ്റെ പേര് കഫ്ദ് സ്റ്റേഷൻ എന്നാണ്. അപ്പോൾ വലിയൊരു മെട്രോ സ്റ്റേഷനാണിത്. നമ്മളിപ്പം സിറ്റിയൊക്കെ വിട്ട് ഡെസേർട്ട് ഏരിയയിലൂടെ ട്രാവൽ ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ ഒരുപാട് ലാൻഡ് ഡെസേർട്ടായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്താണ് പോകുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ക്യാമൽസിനെയും ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്യാമൽ ഫാമുകളും ഒക്കെ കാണാൻ പറ്റും. വീഡിയോ എടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല. ആ കാണുന്ന ദൂരെ കാണുന്നത് ക്യാമൽ ഫാംസുകളാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇത് കാണാനായിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഡെസേർട്ടിലൂടെ ഇതുപോലെ ട്രാവൽ ചെയ്ത് പോകാനായിട്ട്. ഒരു 6-7 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യണം ഹൈലിലെത്താനായിട്ട്. ഇതിനിടയിൽ കാണുന്ന എല്ലാ സ്ഥലങ്ങളുടെയും പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടില്ലേ, ഈ ഡെസേർട്ടൊക്കെ നല്ല തരി പോലുള്ള മണലുകൾ കൊണ്ടുള്ള നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന ടൈപ്പ് ഡെസേർട്ടാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതൽ അറിയാൻ പറ്റുക. വീഡിയോസിലെല്ലാം കവർ ചെയ്യാൻ പറ്റില്ല. കണ്ടില്ലേ, ഇവിടെ കുറച്ച് ക്യാമൽസ് നിൽക്കുന്നത്. ഈ ഭാഗത്തൊക്കെ വെള്ളക്കെട്ട് പോലെ സ്ഥലങ്ങൾ കാണാൻ കഴിയും. അത് 2 ദിവസം മുമ്പ് ഇവിടെ നല്ല മഴ പെയ്തിരുന്നു. അതാണ് അങ്ങനെ കാണുന്നത്. കണ്ടില്ലേ വെള്ളം തോട് പോലെ കിടക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് സുൽഫി എന്നാണെന്ന് തോന്നുന്നു. ഇത് കാണുമ്പോൾ നാട്ടിലേക്ക് ഒരു നെൽപ്പാടങ്ങൾ പോലെയൊക്കെ തോന്നുന്നുണ്ട്. നമ്മളിപ്പം ബുറൈദ എന്നൊരു സിറ്റിയിലേക്കാണ് കയറുന്നത്. നമ്മൾ പക്ഷേ സിറ്റിക്കുള്ളിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ വേറൊരു റൂട്ട് വഴിയാണ് ഹൈലിലേക്ക് ഇപ്പോൾ പോകുന്നത്. ഈ സൈഡിൽ കാണുന്നത് ഈന്തപ്പന തോട്ടമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറേ കൃഷിസ്ഥലങ്ങളൊക്കെ ഈ ഭാഗത്ത് കാണാൻ കഴിയും. ഇതൊക്കെ അഗ്രികൾച്ചറൽ ഏരിയ ആണ്. ഒരുപാട് ഈന്തപ്പന തോട്ടങ്ങളും അതുപോലെ തന്നെ പുല്ല് വളർത്തുന്ന സ്ഥലങ്ങളും ഒക്കെ നമുക്ക് ഇതിനിടയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാം ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം കുറേ ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇട്ടേക്കുന്നത്.
അല്ലാതെ ഇട്ടാൽ വീഡിയോ കുറേ ലെങ്തി ആയി പോകും. ഈ സ്ഥലം ഷെറി സിറ്റിയാണ്. ഈ റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക, അതുപോലെ നല്ല ഡെക്കറേറ്റീവ് ലൈറ്റ്സുകളൊക്കെ പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. രാത്രി സമയത്ത് നല്ലതായിരിക്കും കാണാൻ. ഈ സ്ഥലത്തിൻ്റെ പേര് അജ്ഫർ എന്നാണ്. ഇവിടുന്ന് കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഉണ്ട് ഹൈലിലേക്ക് പോകാനായിട്ട്. അപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അജ്ഫർ എന്ന ഈ സ്ഥലത്താണ്. അപ്പോൾ ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മളിവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പാർട്ട്മെൻറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ഡോറ് തുറന്ന് ചെല്ലുന്നത് ഒരു കിച്ചണിലേക്കാണ്. ചെറിയൊരു കിച്ചൺ ക്യാബിനറ്റാണ്. ഇവിടെ ഒരു ഹീറ്ററാണുള്ളത് കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ചെറിയ ഫ്രിഡ്ജുണ്ട്. പിന്നെ ഒരു ഡൈനിങ് സെക്ഷനുണ്ട്. പിന്നെ 2 ബെഡ്റൂംസ് ആണുള്ളത്. കൂടാതെ 2 വാഷ്റൂംസും ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇനി കുറച്ച് നാൾ ഞങ്ങൾ ഇവിടെ ആയിരിക്കും താമസം. അപ്പോൾ ഇതാണ് വിൻഡോയിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.